പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നാം ഒരു ഞായറാഴ്ചയിലേക്ക് വീണ്ടും വന്നെത്തി നിൽക്കുകയാണ്. ഇന്ന് മാർച്ച് മാസം 22-ാം തീയതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ, ദൈവവചനത്താൽ നിറയാൻ, വിശുദ്ധ കുർബാനയിൽ സ്നേഹത്തോടെ അനുതാപത്തോടെ പങ്കെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച വചനങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. അതിതാണ് 130-ാം സങ്കീർത്തനത്തിൻ്റെ 5, 6, 7, 8 4 വചനങ്ങൾ നമ്മൾ പഠിക്കുക. ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 4 വചനങ്ങളെ നാം കഴിഞ്ഞ ഈ ഒരാഴ്ചയിൽ, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പഠിച്ചുള്ളൂ. ആ വചനങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. അതിങ്ങനെയാണ്. 5-ാമത്തെ വചനം: ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ ആത്മാവ് കർത്താവിനെ കാത്തിരിക്കുന്നു, അവിടുത്തെ വാഗ്ദാനത്തിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു. അതാണ് നാം 5-ാമത്തെ വചനം പഠിച്ചത്. പിന്നീട് നാം അടുത്ത വചനം 6-ാമത്തെ വചനം പഠിച്ചത്: പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ആകാംക്ഷയോടെ ഞാൻ കർത്താവിനെ കാത്തിരിക്കുന്നു. 7-ാമത്തെ വചനം ഇതായിരുന്നു: പ്രഭാതത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കാവൽക്കാരേക്കാൾ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കട്ടെ. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യവാനാണ്, അവിടുന്ന് ഉദാരമായി രക്ഷ നൽകുന്നു. ഇനി 8-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് അവിടുന്ന് മോചിപ്പിക്കുന്നു. അപ്പോൾ ഈ 130-ാം സങ്കീർത്തനം നിങ്ങൾ ഒരിക്കൽ കൂടി എല്ലാ ദിവസവും അത് വായിക്കുന്നത് നല്ലതാണ്. കർത്താവേ, എൻ്റെ ഏറ്റവും താഴ്ത്തിയ അവസ്ഥയിൽ നിന്ന് ഞാൻ നിന്നെ അഗാധത്തിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. ഈ വചനം, ഈ 8 വചനങ്ങൾ കാണാതെ പഠിക്കണം. നമ്മുടെ എല്ലാ അവസ്ഥകളിൽ നിന്ന് കർത്താവ് മോചിപ്പിക്കാൻ സന്നദ്ധനാണ്. കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വാസമർപ്പിക്കുക. ദൈവം ഈ ദിവസം പ്രത്യേകം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.